കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്നേശുവേ പ്രാണൻ പോവോളം ജീവൻ തന്നോനേ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ ഞാൻ ആരാധിക്കും എൻ കർത്താവിനെ മറ്റാരേക്കാളും വിശ്വസ്തൻ ആയോനേ ആ സ്നേഹം ക്രൂശിൽ ഞാൻ കണ്ടതാൽ അങ്ങേ പോലെ വേറാരുമില്ലയേ പ്രാണൻ പോവോളം ജീവൻ തന്നോനേ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ ശബ്ദത്തെ കൈവിരൽ പിടിച്ചെന്നെ നടത്തുന്നു താഴെ വീഴാതെ എന്നെ താങ്ങിടും നാഥൻ കൂടെ ഉള്ളതെന്നാശ്വാസം ഞാൻ കേൾക്കുന്നു എന്നാഥൻ ശബ്ദത്തെ കൈവിരൽ പിടിച്ചെന്നെ
സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്നേശുവേ പ്രാണൻ പോവോളം ജീവൻ തന്നോനേ ഭൂവിലാരിലും കാണാത്ത സ്നേഹമേ ആ മാർവിൽ ഞാൻ ചാരിടുന്നപ്പാ അങ്ങേ പിരിയില്ല എന്നേശുവേ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ കുരിശുകൾ നാം ഏൽക്കേണ്ടിയിരിക്കുന്നു, കുരിശുകൾ ചുമക്കേണ്ടിയിരിക്കുന്നു. നാം കുരിശ് എന്ന് പറയുമ്പോൾ നമ്മുടെ യാതനകളും വേദനകളും രോഗങ്ങളും മാത്രമല്ല, ഈ ലോകത്തിൽ നിന്ന് വരുന്നതായ എല്ലാ എതിർപ്പുകളും എല്ലാ ആക്രമണങ്ങളും ലോക മനുഷ്യരിൽ നിന്ന് വരുന്നതായ എല്ലാ പ്രയാസങ്ങളും അതെല്ലാം കുരിശാണ്. അത് സന്തോഷത്തോടെ വഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കുമുണ്ട് അവരവർ നേരിടുന്നതായ പ്രശ്നങ്ങൾ, ഓരോരുത്തർക്കുമുണ്ട് പ്രതിസന്ധികൾ. ജീവിതത്തിൽ അനേകം യാതനകളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്, വേദനകളിൽ പൊളഞ്ഞു പോകുന്ന ആളുകളുണ്ട്, ഉള്ളിൽ നീറി പുകയുന്ന ആളുകളുണ്ട്, സമാധാനമില്ലാത്ത കുടുംബങ്ങളുണ്ട്, കുടുംബത്തിൽ ഐക്യമില്ലാത്തതുകൊണ്ട് പരസ്പരം ചേർച്ചയില്ലാത്തതുകൊണ്ട് മനസ്സ് നൊന്തുരുകി കഴിയുന്ന ആളുകളുണ്ട്. കുരിശാണ്, ഓരോന്നും കുരിശാണ്. കുരിശെടുത്തുകൊണ്ട്, അത് സന്തോഷത്തോടെ എടുത്തുകൊണ്ട്, പുഞ്ചിരിയോടെ എടുത്തുകൊണ്ട് കർത്താവിനെ ഇന്ന് അനുഗമിക്കണം. ആസിയിലെ 7 സഭകൾക്കുള്ള ദൂതിൽ ആകമാനമുള്ള ഒരു മഹത്തായ സന്ദേശം നമുക്ക് പീഡകൾ സഹിക്കേണ്ടിയിരിക്കുന്നതെന്നാണ്. നാം അനേക കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നെന്ന്. നാം വെളിപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങളിൽ കാണുന്ന ആ ആസിയിലെ 7 സഭകൾക്കുള്ള ദൂത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. കാരണം ആ സഭകൾ, അതാത് കാലത്തുള്ള സഭകൾ, അതാത് ദേശത്തുള്ള സഭകൾ അനേകം പ്രതിസന്ധികളാണ് അഭിമുഖീകരിച്ചത്. നാം 3ാമത്തെ സഭയായ പെർഗമോസ് സഭയുടെ കാര്യമാണ് നാം ചിന്തിച്ച് വരുന്നത്. പെർഗമോസ് സഭയിൽ അത് ഈ ഏഷ്യ മൈനറിലെ ഒരു കേന്ദ്രസ്ഥാനമായിരുന്ന സ്ഥലം പെർഗമം എന്ന് പറയും. പെർഗമോസ് ഏഷ്യ മൈനറിലെ ഒരു പ്രധാന നഗരമായിരുന്നു. അത് തലസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അവിടെയെല്ലാം റോമൻ സർക്കാരിൻ്റെ ഭരണം നിലനിന്നിരുന്നു. അന്ന് റോമൻ സാമ്രാജ്യമാണ് ഉണ്ടായിരുന്നത്. റോമൻ സർക്കാരിൽ വളരെ പ്രസിദ്ധന്മാരായ ചില ചക്രവർത്തിമാരുണ്ടായിരുന്നു. ജൂലിയസ് സീസർ, അഗസ്റ്റസ് സീസർ മുതലായവർ. നമ്മുടെ കർത്താവിൻ്റെ ജന്മം ഔഗുസ്ത്യോസ് കൈസർ എന്ന് പറയുന്ന അഗസ്റ്റസ് സീസറിൻ്റെ കാലത്തായിരുന്നു. അഗസ്റ്റസ് സീസറിൻ്റെ കാലം ചരിത്രം രേഖപ്പെടുത്തുന്നത് സുവർണകാലം എന്നാണ്. പക്ഷേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കാലം വളരെ ദുരിതപൂരിതമായിരുന്നു, യാതനാഭരിതമായിരുന്നു. അന്ന് ചക്രവർത്തിയുടെ ബിംബം അവിടെ ആരാധനാലയങ്ങളിൽ സ്ഥാപിച്ചു. ദേവാലയങ്ങളിൽ ചക്രവർത്തിയുടെ രൂപം പ്രതിഷ്ഠിച്ചു. ചക്രവർത്തിയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ട് ഈ ധൂപത്തിന് ബലികഴിക്കുക, ആ ധൂപത്തിന് മുമ്പിൽ ധൂപം കാട്ടുക മുതലായ കാര്യങ്ങൾ അന്ന് നിർബന്ധമായി നടപ്പിലാക്കേണ്ടിയിരുന്നു. അതിന് മനസ്സില്ലെങ്കിൽ കൊല്ലുക എന്നുള്ളതായിരുന്നു സംഭവിക്കുന്നത്, മരണം. അത്ര കർക്കശമായ നിയമമായിരുന്നു റോമൻ സർക്കാരിൻ്റെ നിയമം. സത്യദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് അന്ന് അത് മരിക്കാൻ പോകുന്നതിന് തുല്യമായിരുന്നു. കാരണം മരണം സുനിശ്ചിതമായിരുന്നു. സത്യദൈവത്തെ ആരാധിച്ച് പോകുന്ന ആളുകൾ അവർ മരണത്തെ നേരിടാൻ തന്നെ ഒരുങ്ങിയാണ് സത്യദൈവത്തെ ആരാധിച്ചത്. വിശ്വാസികൾ, വിശുദ്ധന്മാരായ ദൈവമക്കളെന്നുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആ വിശ്വാസികൾ, സത്യവിശ്വാസികൾ വാസ്തവത്തിൽ വലിയ പീഡയെ അഭിമുഖീകരിക്കാൻ തയ്യാറായി തന്നെയാണ് വിശ്വാസികളായി നിന്നത്. അവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് ചില രഹസ്യ സങ്കേതങ്ങൾ കൂടി വന്നിരുന്നു, രഹസ്യ സ്ഥലങ്ങളിൽ കൂടി വന്നിരുന്നു. പക്ഷേ ചക്രവർത്തിയുടെ പടയാളികൾ കാണുകയും അത് മണത്തറിയുകയും ചെയ്ത് അവിടെ എത്തുകയും അവരെ പിടികൂടുകയും ചെയ്തിരുന്നു.
ഒരു ക്രിസ്ത്യാനിയാകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോശമായ കാര്യമായിരുന്നു, ഏറ്റവും വലിയ ഹീനമായ കാര്യമായിരുന്നു. ഇതൊക്കെ ഇന്ന് പറയുമ്പോൾ അതിൻ്റെ മുഴുവൻ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാകും. നാം പൂർണ്ണ വിശുദ്ധിയോടെ ജീവിക്കാൻ തീരുമാനിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് കഴിയുമ്പോൾ മനുഷ്യരിൽ നിന്ന് വരുന്നതായ എതിർപ്പുകളും ആക്രമണങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളും എല്ലാം നാം ഒരു വെറുക്കപ്പെട്ട കൂട്ടമായി തീർന്നിരിക്കുന്നു. വെറുക്കപ്പെട്ട കൂട്ടമാണ്, അറയ്ക്കപ്പെട്ട കൂട്ടമാണ്, അറപ്പാണ്. ഇതിൻ്റെ ഒരു പ്രാക്തന രൂപം എന്ന് വെച്ചാൽ പഴയ രൂപമാണ് വാസ്തവത്തിൽ പഴയ കാലത്തെ ആസിയയിലെ 7 സഭകൾക്കുണ്ടായിരുന്ന അനുഭവം. ഓർക്കുക, ക്രിസ്തു വിശ്വാസം നിലനിർത്തുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിരുന്നു, വെല്ലുവിളിയായിരുന്നു. ക്രിസ്തു വിശ്വാസം നിലനിർത്തുക എന്ന് പറഞ്ഞാൽ മരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. മനസ്സോടെ മരിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ക്രിസ്തു വിശ്വാസം നിലനിൽക്കാൻ പറ്റുകയില്ല. അത്ര ഗൗരവമായ കഠിനമേറിയ പീഡകളാണ് ഉണ്ടായിരുന്നത്. പെർഗമോസിൽ അവരുടെ ആ ദേശത്ത് ഈ സീസറിൻ്റെ ഒരു ആരാധനാലയം ഉണ്ടായിരുന്നു. ആളുകൾ അവിടെ വന്ന് സീസറിൻ്റെ ബിംബത്തിന് മുമ്പിൽ തലകുനിച്ച് വണക്കി സീസറാണ് ദൈവം എന്ന് ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ അവരെ കൊല്ലുമായിരുന്നു. അത്ര കഠിന പീഡയുടെ കാലമായിരുന്നു. ഇന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അത്രയ്ക്കൊന്നും പീഡയും തുടങ്ങിയിട്ടില്ലല്ലോ. പക്ഷേ എങ്കിലും അന്ന് കഠിനമായ പീഡയുടെ കാലമായിരുന്നു. അതുകൊണ്ടാണ് പെർഗമോസ് സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നത്, മൂർച്ചയേറിയ ഇരുവായുധമുള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന് സിംഹാസനമുള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. നീ എവിടെയാണ് പാർക്കുന്നത് എനിക്കറിയാം. കർത്താവ് പറയുകയാണ്, നീ എവിടെയാണ് പാർക്കുന്നത്? വലിയൊരു യാതനയുടെയും ക്രൂശിൻ്റെയും ദുരിതത്തിൻ്റെയും എതിർപ്പുകളുടെയും മധ്യത്തിലാണ് നീ പാർക്കുന്നത്. അവിടം സാത്താൻ്റെ സിംഹാസനമുള്ള ഇടമാണ്. അവിടം സാത്താൻ്റെ പ്രവർത്തന രംഗമാണ്. അവിടെയാണ് നീ പാർക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്നും അല്പം ബുദ്ധിപൂർവ്വം ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, നാം ഓരോരുത്തരും വാസ്തവത്തിൽ നിന്ന് പാർക്കുന്നത് നമ്മുടെ ജീവിതം വലിയ എതിർപ്പുകളുടെ മധ്യത്തിലാണ്. കൂട്ടായ്മയായിട്ട് മാത്രമല്ല, സത്യവിശ്വാസികൾ എതിർപ്പുകളെ തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എതിർപ്പുകൾ മാത്രമല്ല, ആക്ഷേപങ്ങളും പരിഹാസങ്ങളും എല്ലാം. ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അപവാദം പറഞ്ഞ് പരത്തും, അതും നാം ഏൽക്കണം. അനേകം കാര്യങ്ങളിൽ നമ്മളെ കുറ്റപ്പെടുത്തും, അതും നാം ഏൽക്കണം. ഇതിനൊന്നും ന്യായം പറയാൻ നമുക്ക് നേരമില്ല, നാം തയ്യാറുമല്ല. മറുപടി പറയുന്നത്, ആരെല്ലാം എതിർത്താലും എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും പരിഹാസങ്ങൾ വന്നാലും കുറ്റപ്പെടുത്തലുകൾ വന്നാലും അതിനുള്ള മറുപടി നാം പറയുന്നില്ല, കർത്താവ് പറഞ്ഞുകൊള്ളും. അത്രയേ ഉള്ളൂ. അതായത് റോമർ ലേഖനം 12 അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് പറയും, നാം ഒരിക്കലും പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. നാം ഒരിക്കലും പ്രതികാരം ചെയ്യരുത്. നാം ഒന്നും തിരിച്ച് പറയുകയും ചെയ്യരുത്. ഒരിക്കലും നമ്മെ ആക്രമിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യുന്നവരോട് ഒന്നും വിശദീകരിച്ച് കൊടുക്കാനും നാം പോകണ്ട. കാരണം അവർ വിശദീകരിച്ച് കൊടുത്താൽ മനസ്സിലാക്കാനുള്ളവരല്ല, അവർ മനഃപൂർവ്വം ഒന്നും അറിയാതെ കുറ്റപ്പെടുത്തുന്നവരാണ്. അങ്ങനെയുള്ള സമൂഹം പെർഗമോസിലെ സഭ അങ്ങനെയായിരുന്നു. നമുക്ക് ഭാഗം ഒന്ന് വായിക്കാം. റോമർ ലേഖനം 12 അധ്യായത്തിൻ്റെ അവസാന ഭാഗം. പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നാം ആരോടും വിശദീകരണം കൊടുക്കണ്ട. ആക്ഷേപങ്ങൾ വരും, പരിഹാസങ്ങൾ വരും, തെറ്റിദ്ധാരണകൾ പരത്തും, അപവാദങ്ങൾ പറഞ്ഞ് പരത്തും, എല്ലാം ഉണ്ടാകും. പക്ഷേ നാം യാതൊന്നും വിശദീകരിച്ച് കൊടുക്കണ്ട. ദൈവകോപത്തിനിടം കൊടുപ്പീൻ. നമുക്ക് പ്രതികാര മനോഭാവം പാടില്ല. താനും അവരെയും ദൈവം സ്നേഹിക്കുന്നു, അവരെയും ദൈവം കരുതുന്നു. എപ്പോഴാണ് അവരെ കർത്താവ് പിടികൂടുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴാണ് അവരെ കർത്താവ് മാനസാന്തരത്തിലേക്ക് നടത്തുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അവരെ ഒരു കാരണവശാലും തള്ളിക്കളയരുത്, അവരെ നാം ഉപേക്ഷിക്കുകയും അരുത്, അവരോട് നമുക്ക് വൈരാഗ്യം ഉണ്ടാകുകയും അരുത്. നാം തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിനിടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുന്ന കർത്താവ് ചെയ്യുന്നു. എല്ലാറ്റിനും കർത്താവ് മറുപടി കൊടുത്തുകൊള്ളും. അവർക്ക് മനസ്സിലാക്കാനുള്ള മറുപടി കർത്താവ് കൊടുത്തുകൊള്ളും, എപ്പോഴെങ്കിലും കൊടുത്തുകൊള്ളും. തിന്മയോട് തോൽക്കാതെ, അടുത്ത വാക്യതാണ്, തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. നന്മയാൽ തിന്മയെ ജയിക്കണം. നന്മ കൊണ്ടാണ് ജയിക്കാൻ പറ്റൂ. ഒരിക്കലും തിന്മ കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല. പ്രതികാരം കൊണ്ട് ജയിക്കാൻ പറ്റുകയില്ല. മറ്റുള്ളവരെ എതിർത്തുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റുകയില്ല. നന്മയാൽ തിന്മയെ ജയിക്കുക. വി നോട്ട് ഓവർകം ബൈ ഈവിൾ, ഓവർകം ഈവിൾ ബൈ സ്പിരിറ്റ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാലുള്ള നന്മ കൊണ്ട് തിന്മയെ നാം നേരിടുക മാത്രമേ പറ്റൂ. നമുക്ക് മറുപടി പറയാനില്ല. പെർഗമോസിലെ സഭ അത് വലിയ പീഡയുള്ളിടത്തായിരുന്നു. അവിടെ സാത്താൻ്റെ സിംഹാസനം അവിടെ ഇട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുകയാണ്.
പ്രിയപ്പെട്ടവരെ, ഒന്ന് നിങ്ങൾ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇന്ന് സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന എത്രയോ പള്ളികളുണ്ട്, സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന എത്രയോ ദേവാലയങ്ങൾ, സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന എത്രയോ സൺഡേ സ്കൂളുകൾ, സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന എത്രയോ യൂത്ത് അസോസിയേഷനുകൾ, സാത്താൻ സിംഹാസനം ഇട്ടിരിക്കുന്ന എത്രയോ വനിതാ സമാജങ്ങൾ. ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇതെന്താണ് ഈ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ആകത്തുക എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നന്മയുടെ കണികയുണ്ടോ? ജനത്തെ നീതിയിലേക്ക്, നന്മയിലേക്ക് നയിക്കുന്നുണ്ടോ? ജനത്തെ സത്യവിശ്വാസത്തിലേക്ക് നയിക്കുന്നുണ്ടോ? പാവപ്പെട്ട ജനം, എട്ടും പൊട്ടും തിരിയാത്ത ജനം, ഇടം കൈ ചെയ്ത് വലം കൈ ചെയ്ത് തിരിച്ചറിയാൻ പാടില്ലാത്ത ജനം, ഈ സാധുക്കളെ കർത്താവായ യേശുക്രിസ്തുവിനെ കുരിശിൻ്റെ വീട്ടിലേക്ക് നയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ കുരിശിലെ സ്നേഹത്തിലേക്ക് നയിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ദൈവം കൃപ ചെയ്ത് നമുക്ക് ഈ ഒരു ഒളിവ് കിട്ടി, മറ്റുള്ള കിട്ടിയില്ല. കണ്ണുകാഴ്ച കിട്ടിയില്ല, എന്ത് ചെയ്യും? നമുക്ക് കർത്താവ് കണ്ണുകാഴ്ച തന്നു. ഇന്ന് സാത്താൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും പൈശാചികൻ എവിടെയാണ് സിംഹാസനം ഇട്ടിരിക്കുന്നതെന്നും പൈശാചികൻ സിംഹാസനം അതിന്ന് വളർന്നുകൊണ്ട് അത് കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണെന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാനൊരു കൃപ തന്നിരിക്കുന്നു, ഒരു വെളിവ് തന്നിരിക്കുന്നു. ഇതും ഈ വെളിവ് ഉപയോഗിച്ച് നാം വാസ്തവ ദൈവത്തെ സ്തുതിക്കണം. ഞാൻ ചിന്തിക്കുകയായിരുന്നു, നമുക്ക് കിട്ടിയ നന്മകളോർത്ത് നാം ദൈവത്തെ സ്തുതിക്കണം, വേറെ ഒന്നും ചിന്തിക്കേണ്ട. നമുക്കുള്ള നന്മ, നമുക്ക് ഇല്ലായ്മകൾ നോക്കിയല്ല, നമുക്കുള്ള ജീവിതത്തിൽ എന്തെല്ലാം തെറ്റുകളൊന്നും അതൊന്നുമല്ല. എനിക്ക് എന്തെല്ലാം പോസിറ്റീവായിട്ട് എന്തെല്ലാമാണ് എനിക്ക് നന്മയായിട്ട് കിട്ടിയിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം നന്മ കിട്ടിയിട്ടുണ്ട്, ഓരോന്നോരോന്ന് ഓർക്കണം. ഓരോന്നോർക്കുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. എൻ്റെ ദൈവമേ, നീ എനിക്ക് എന്തെല്ലാം നന്മകളാണ് തന്നത്. ജീവിതത്തിൽ കഷ്ടപ്പാടുള്ളവരാണ് നാം എല്ലാവരും, ദുരിതങ്ങളുള്ളവരാണ്, രോഗമുള്ളവരാണ്, വേദനയുള്ളവരാണ്, പ്രശ്നമുള്ളവരാണ്, പൈസയ്ക്ക് ഞെരുക്കമുള്ളവരാണ്, ശരിയാണ്. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ ഒരു ചെറിയ ഊടുവഴിയിൽ കൂടി കർത്താവ് ഇതുവരെ നടത്തിക്കൊണ്ട് വന്നില്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. ദൈവം തന്ന നന്മകൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുക, സ്തുതി. അതാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ പറയുന്നത്, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ. നാം ഇതെല്ലാം കേട്ടു പോകുന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കുന്നുണ്ടോ? ഏത് കാര്യം വന്നാലും സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ എനിക്ക് ഈ രോഗം വരുത്തിയതിനായ നിനക്ക് സ്തോത്രം. കർത്താവേ, എനിക്ക് ഈ രോഗം അനുവദിച്ചതിനായ നിനക്ക് സ്തോത്രം. കർത്താവേ, എൻ്റെ രോഗം മാറാത്തതിനായി നിനക്ക് സ്തോത്രം. പറയാൻ പറ്റുമോ? അത് ജീവിതത്തിൽ വരുന്ന വലിയ വലിയ ദുരിതങ്ങൾ, എങ്ങലടിക്കുന്ന അതിവേദനയോടെ ഞരങ്ങുന്ന അനേകം പ്രശ്നങ്ങൾ, ഇത് കണ്ടിട്ട് നമുക്ക് പറയാൻ തോന്നുമോ, കർത്താവ് ഇതിനായിട്ട് ഈ ദുരിതങ്ങൾക്കായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ദർ ഇസ് പവർ ഇൻ പ്രൈസ്. സ്തുതിയിൽ പവറുണ്ട്, ശക്തിയുണ്ട്. ഒരു പുസ്തകത്തിൽ വരാത് പവർ ഇൻ പ്രൈസ്. മെർലിൻ കർദേഴ്സ് എന്ന് പറയുന്ന ഒരു നല്ല അനുഗ്രഹീതനായ ഒരു പട്ടക്കാരൻ, അദ്ദേഹം എഴുതിയ പുസ്തകമാണ് പവർ ഇൻ പ്രൈസ്. ആദ്യം എഴുതിയ പുസ്തകം പ്രസൻറ്റ് പ്രൈസ്. അത് മലയാളത്തിലുണ്ട്, തടവറയിൽ നിന്ന് പുകഴ്ചയിലേക്ക്, മലയാളത്തിലുണ്ട് പ്രസൻറ്റ് പ്രൈസ്. പവർ ഇൻ പ്രൈസ് ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു, മലയാളം കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നല്ല നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ വായിക്കണം. അനുഗ്രഹീതമായ അനുഭവങ്ങളുള്ള ദൈവമക്കളുടെ അവരുടെ അനുഭവങ്ങൾ നിങ്ങൾ വിവരിച്ച് കേൾക്കുന്നത് നിങ്ങൾ ഓരോരുത്തർക്കും ആത്മാവിൽ നിറയുവാൻ സഹായമായി തീരും. ഏതെല്ലാം യാതനകളിൽ കൂടിയാണ് ഓരോരുത്തർ കടന്നുപോയത്. ഞാൻ ഓർക്കുകയാണ്, ദൈവത്തിന് സ്തോത്രം. സിറ്റി സ്റ്റഡ് ഒരു നല്ല ക്രിക്കറ്റ് താരമായിരുന്നു, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്രിക്കറ്റ് താരമായിരുന്നു. അദ്ദേഹം കർത്താവിൻ്റെ ഒരു നല്ല വിശ്വസ്ത ദാസനുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരൻ ക്രിക്കറ്റ് താരമായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഒരു വലിയ രോഗം ബാധിച്ചു. എന്ത് രോഗമാണെന്ന് അറിഞ്ഞുകൂടാ. രോഗം ബാധിച്ച് അവശനായി മരണത്തോടടുത്ത് കിടക്കുകയാണ്. ചികിത്സകൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു. കാരണം അവർ കോടീശ്വരന്മാരായിരുന്നു, പണക്കാരായിരുന്നു. എവിടെ നിന്ന് ഡോക്ടർമാരെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. ഈ ഡോക്ടർമാർ ഒന്ന് നോക്കി, അവർക്കും ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. മരണത്തോടടുത്ത് സഹോദരൻ കിടക്കുമ്പോൾ സിറ്റി സ്റ്റഡ് പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ്, ഒരായുസല്ലേ ഉള്ളൂ, ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. അത് എത്ര വേഗം തീർന്നു പോകും. ജസ്റ്റ് വൺ ലൈഫ്, ഇറ്റ് വിൽ സൂൺ ബി പാസ്റ്റ്. ദാറ്റ് ഇറ്റ് ഈസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. നോക്കൂ, ഇത്രമാത്രം തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ സ്നേഹിച്ച ആ ദൈവദാസൻ സ്വത്തെല്ലാം ദൈവവേലയ്ക്ക് വേണ്ടിയും സാധുക്കൾക്ക് വേണ്ടിയും വിതരണം ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചൈന ഇന്ത്യൻ മിഷനിൽ ചേർന്നു. ചൈനയിലേക്ക് പോകുന്ന സുവിശേഷ യാത്രയിൽ ചേർന്നു. സുവിശേഷനായി ചൈനയിലേക്ക് പോയി. ചൈനയിൽ സുവിശേഷം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശരീരം കൂടുതൽ വലിയുകയും രോഗം ബാധിക്കുകയും ചെയ്തു. അദ്ദേഹം ചോദ്യം ചെയ്തില്ല, കർത്താവേ, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയിട്ട് എനിക്കെന്താണ് രോഗം വന്നെന്ന് ചോദിച്ചില്ല. നിന്നെ തന്നെ നോക്കിക്കൊണ്ട് ഞാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് എനിക്കെന്താണ് ഇത്രയും വലിയ അത്യാഹിതം വന്നെന്ന് ചോദിച്ചില്ല. മാരകമായ രോഗം വന്നു, ക്ഷയരോഗം ബാധിച്ചു, ശരീരം മെലിഞ്ഞു. അദ്ദേഹം ചൈനയിൽ തിരിച്ചു പോരേണ്ടി വന്നു. തിരിച്ച് ഇംഗ്ലണ്ടിലെത്തിയപ്പോൾ ഒരു ദിവസം ദേവാലയത്തിൽ ആരാധനയ്ക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ എഴുതി വച്ചിരിക്കുന്നു, ആഫ്രിക്കയിലെ നരഭോജികൾക്ക് മിഷന്മാരുടെ മാംസം വേണം.
എന്താണ്? ആഫ്രിക്കയിലെ നരഭോജികൾക്ക് മിഷന്മാരുടെ മാംസം വേണം. അദ്ദേഹം സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. സ്വന്തം ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ മെലിഞ്ഞുണങ്ങിയ ഒരു ശരീരം, അത്ര ഒരു മാംസമൊന്നുമില്ല. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നരഭോജികൾക്ക് എൻ്റെ ഈ ശരീരത്തിലെ മാംസം മതിയാകുമോ? അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് പള്ളിയകത്തേക്ക് നിന്നു. അന്ന് പള്ളിയിലെ പൊതുയോഗം നടക്കുകയാണ്. അന്ന് ഇന്നത്തെ പൊതുയോഗങ്ങൾ പോലെയല്ല, ഇന്നത്തെ പള്ളികളുടെ പൊതുയോഗം പോലെയല്ല. അന്ന് ആഫ്രിക്കയിൽ മിഷണറി വേലയ്ക്ക് പോകാൻ ആരുണ്ട്, സുവിശേഷ വേലയ്ക്ക് പോകാൻ ആരുണ്ട് എന്നതിനെക്കുള്ള ചർച്ചയായിരുന്നു. അന്ന് ആദ്യം ഈ CT സ്റ്റഡ് ചാടി എഴുന്നേറ്റ്, ഞാൻ പൊക്കിക്കൊള്ളാം. മെലിഞ്ഞുടങ്ങിയ ശരീരത്തിലൂടെ CT സ്റ്റഡ് ആഫ്രിക്കയിൽ സുവിശേഷ വേലയ്ക്ക് പോയി. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേല ചെയ്തിട്ട് എന്താണ് അദ്ദേഹത്തിന് ഈ രോഗം വന്നത്? ചോദിക്കാൻ പറ്റുകയില്ല. കർത്താവിൻ്റെ വേലക്കാരനായി എല്ലാം വിട്ട് ഇറങ്ങിയിട്ട് എന്താണ് രോഗം വന്നത്? ചോദിക്കാൻ നിർവാഹമില്ല. ആരോട് ചോദിക്കും? ദൈവത്തെ ചോദ്യം ഞാൻ ആരാണ്, നാം ആരാണ്? ദൈവത്തിന് സ്തോത്രം. CT സ്റ്റഡിന് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൽ യൗസേപ്പ് ദൈവത്തോട് പറ്റിച്ചേർന്ന് നിന്നു. ഒരു കാരണവശാലും ഒരു അശുദ്ധി സംഭവിക്കുകയില്ല തീരുമാനിച്ചു. ബാല്യത്തിൽ തന്നെ കിട്ടിയിരുന്ന ഒരു സ്വപ്നം അത് മനസ്സിൽ പേറിക്കൊണ്ട് നടന്നതുകൊണ്ട് ഉന്നതമായൊരു സ്ഥാനത്തേക്ക് വേണ്ടി ദൈവം എന്നെ കരുതിയിരിക്കുന്നുള്ളതായൊരു വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടിയതുകൊണ്ട് യൗസേപ്പ് ഒരു പാപത്തിലേക്ക് പോകാതെ തന്നെ കാത്തു. ഒരു ദുഷ്ടസ്ത്രീ യജമാനൻ്റെ ഭാര്യ അവൻ തിന്മയിലേക്ക് ക്ഷണിച്ചിട്ടും അവൻ ഒരു അടിമയായതുകൊണ്ട് അവൾ വിളിച്ചപ്പോൾ ചെല്ലാതിരിക്കാൻ പറ്റുകയില്ലല്ലോ. എന്തിനാണെന്ന് അവളെ അറിഞ്ഞില്ല. അവൾ അവനെ തിന്മയ്ക്ക് നിർബന്ധിച്ചു. പക്ഷേ അവൻ ഓടിമാറി. അവളുടെ വസ്ത്രത്തിൽ കയറി പിടിച്ചു. ഉടുവസ്ത്രം ഇട്ടിട്ട് അവൻ ഓടി. പ്രിയപ്പെട്ടവരെ, വിശുദ്ധിക്ക് വേണ്ടി എത്ര തീക്ഷ്ണതയോടെ നിന്ന് ആ ദൈവദാസന് പിന്നെ ഉണ്ടായ അനുഭവം എന്താണ്? 13 കൊല്ലം ജയിൽവാസം. ദൈവം ഇതെല്ലാം കാണുന്നില്ലേ? അന്ന് കർത്താവ് ഇതെല്ലാം കാണുന്നില്ലേ? എൻ്റെ ദാസൻ ഇത്രമാത്രം തീക്ഷ്ണതയോടുകൂടി വിശുദ്ധിക്ക് വേണ്ടി നിന്നിട്ട് അവന് കാരാഗ്രഹവാസമായല്ലോ, അവനെ എങ്ങനെയെങ്കിലും വിടുവിക്കണമെന്ന് കർത്താവിന് വേണമെങ്കിൽ ചിന്തിക്കാൻ പാടില്ലേ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, ജീവിതം ദുരിതപൂരിതമാണ്. ജീവിതം എതിർപ്പുള്ളതാണ്. ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. ജീവിതം സാത്താൻ വാഴുന്നിടമാണ്. പൈശാചിക ശക്തിയിൽ നിന്ന് ഓടി നടന്ന അനേകരെ വീഴ്ചകൊണ്ടിരിക്കുകയാണ്. സാത്താന്യ ശക്തി. അന്ന് ആദിയിൽ ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ട ലൂസിഫർ, പിശാചുക്കളുടെ തലവൻ സാത്താൻ, അവൻ്റെ പിണിയാളുകളായ ദുരാത്മാക്കൾ ഈ പ്രകൃതിയിൽ ഈ ആയാടിലൊക്കെയും ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ വീഴ്ചകൊണ്ടിരിക്കുകയാണ്. ദൈവമക്കളെ അപകടത്തിൽ വീഴ്ചകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിൽക്കുക. എന്ത് എനിക്ക് സംഭവിക്കുന്നുള്ളത് ചിന്തിക്കേണ്ട. എൻ്റെ യേശു ജീവിക്കുന്നു മാത്രം മതി. വേറൊന്നും വേണ്ട നിങ്ങൾക്ക്. എൻ്റെ യേശു ജീവിക്കുന്നു. സാത്താൻ സിംഹാസനം ഉള്ളിടത്താണെങ്കിലും എൻ്റെ യേശു ജീവിക്കുന്നു. യേശു എന്നെ കരുതിക്കൊള്ളും. അപ്പോസ്തലനായ പൗലോസിന് ധൈര്യമായിരുന്നു. അതുകൊണ്ടാണ് ഒടുവിലത്തെ ലേഖനത്തിൽ പറഞ്ഞത്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുവരിക്കുന്നു. എന്തൊരു ധൈര്യം! എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. എന്നെ വിളിച്ച് പുറപ്പെടുവിച്ചത് ആരാണെന്ന് എനിക്കറിയാം. ഗോകുൽത്തായിലെ സ്നേഹം എന്നെ വിളിച്ച് പുറപ്പെടുവിച്ചു. കുരിശിലെ സ്നേഹം എന്നെ വിളിച്ചു, പേർ ചൊല്ലി വിളിച്ചു. ആ സ്നേഹമാണ് എന്നെ കൊണ്ടുവന്നത്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചിന്ത വേണം. നിങ്ങൾ വിളിച്ചത് ആരാണ്? നിങ്ങൾ പുറപ്പെടുവിച്ചത് ആരാണ്? നിങ്ങൾക്കൊരു വെളിവ് തന്നത് ആരാണ്? നിങ്ങൾക്ക് ഈ വചനം തന്നത് ആരാണ്? നിങ്ങൾ ഇത്രയും കാലം നടത്തിയത് ആരാണ്? ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മിഥ്യാമൂർത്തികളെല്ലാം സേവിക്കുന്നത്, മരത്തെയും കല്ലിനെയും വിഗ്രഹങ്ങളെയും അല്ല നിങ്ങൾ സേവിക്കുന്നത്. നിങ്ങൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ്. ജീവനുള്ള ക്രിസ്തുവിനെയാണ് സ്നേഹിക്കുന്നത്. ക്രിസ്തുവിനെയാണ് നിങ്ങൾ പിൻപറ്റുന്നത്. ആർക്കും വഴിമാറിയിടാത്ത കർത്താവായ യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. ആർക്കും വഴിമാറിയിടാത്ത യൂദായുടെ സിംഹമാണവൻ. ദൈവത്തിന് സ്തോത്രം. പാട്ടുകാരൻ പാടുമല്ലോ, ഭയമില്ല അവർക്ക് ഇനി എന്തിന് ഭയം, യൂദായുടെ സിംഹമല്ല മുമ്പേ പോകുന്നു, ആർക്കും വഴിമാറിയിടാത്തവൻ മുൻപേ പോകുന്നു. സ്തോത്രം. ആരുടെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്? ഞാനൊരു വ്യക്തിയുടെ പിന്നാലെയല്ല പോകുന്നത്. ഈ ഭൂമിയിലെ മനുഷ്യരുടെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. ഈ ഭൂമിയിലെ ഒരു കൂട്ടായ്മയുടെ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. ഈ ഭൂമിയിൽ ഏതെങ്കിലും ഒരു നായകൻ്റെയോ നേതാവിൻ്റെയോ പിന്നാലെയല്ല ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നത് ഗോകുൽത്തായിൽ എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച ക്രിസ്തുവിൻ്റെ ആ തിരക്തമണിഞ്ഞ കാൽപ്പാടുകളെ തുടർന്നാണ് ഞാൻ പോകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ആരുടെ പിന്നാലെ പോകുന്നു? ഞാൻ പോകുന്നത് നിത്യജീവൻ്റെ ഉടമയായ കർത്താവായ യേശുവിൻ്റെ പിന്നാലെയാണ്. നിത്യസ്വർഗത്തിൻ്റെ അധിപതിയായ ക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നത്. ഈ ഉറപ്പ് നോക്കു വേണം. ഒരു കൂട്ടായ്മയുടെ പിന്നാലെ അല്ല നിങ്ങൾ പോകുന്നത്. കൂട്ടായ്മ എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാനുള്ളൊരു കൂട്ടം എന്നേ ഉള്ളൂ. വചനം പറയാനുള്ള, വചനം കേൾക്കാനുള്ളൊരു സാഹചര്യം എന്നേ പറയാനുള്ളൂ. അതിൽ കവിഞ്ഞൊന്നും കൂട്ടായ്മയ്ക്ക് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ഞാൻ പോകുന്നത് കൂട്ടായ്മ ഇല്ലെങ്കിലും, ആ കൂട്ടായ്മയിലുള്ളവരെന്നെ കണ്ടില്ലെങ്കിലും, കൂട്ടായ്മയിലുള്ളവരെന്നെ അറിഞ്ഞില്ലെങ്കിലും, തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഞാൻ പോകുന്നത്
യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ആരെ നെറ്റി വിളിച്ചാലും എനിക്ക് ഭയമില്ല, ആരെല്ലാവനെ എതിർത്താലും എനിക്ക് പേടിയില്ല, ആരെല്ലാവനെ ധിക്കരിച്ചാലും എനിക്ക് യാതൊരു കൂസലുമില്ല. എന്തുകൊണ്ട്? ഞാൻ അത്യുന്നതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഓരോരുത്തർ ഓർക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹീതമായ ശോഭനമായ നല്ല നാളുകൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ സന്നിധാനം ഒരുക്കിക്കൊണ്ട് സ്വർഗീയ സിംഹാസനത്തിൽ നിന്ന് നമ്മെ നോക്കിക്കൊണ്ട് കരനീട്ടി നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സ്തേഫാനോസ് കല്ലേറുകൊണ്ട് മരിക്കാൻ തുടങ്ങുമ്പോൾ കൊടുങ്കൈയൂത്തി പയ്യൊന്ന് എഴുന്നേറ്റ് നിന്ന് കല്ലേറ് കൊണ്ടുകൊണ്ടിരിക്കുമ്പോഴും എഴുന്നേറ്റ് നിന്ന് നോക്കിയപ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. സ്തോത്രം. എന്തുകൊണ്ടാണ്? ദൈവം കാണാത്തതാണോ സ്തേഫാനോസിൻ്റെ ഈ കഷ്ടത? അനേകർ സ്തേഫാനോസ് സുവിശേഷം പറഞ്ഞു എന്നുള്ളതുകൊണ്ട് മാത്രം സ്തേഫാനോസിന് വന്നതായ ദുരിതം ദൈവം കാണാതിരിക്കുകയാണോ? ദൈവം കാണുന്നു. പിന്നെ എന്തുകൊണ്ട് ദൈവം പ്രവർത്തിച്ചില്ല? ദൈവം ആകാംക്ഷയോടെ നോക്കുന്നു. ആ കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവനായ ക്രിസ്തു എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഭൂമിയിലേക്ക് ഉറ്റുനോക്കും, സ്വർഗം തുറന്നിരിക്കുന്നതും കർത്താവായ യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നത് ഞാൻ കാണുന്നതാണ് സ്തേഫാനോസ് പറഞ്ഞത്. സ്തേഫാനോസ് കാണുകയാണ്, നേരിട്ട് കാണുകയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒരിക്കലും തളരരുത്, ഒരിക്കലും നിരാശപ്പെടരുത്. അത്യുന്നതിൻ്റെ പിന്നാലെയാണ് ഞാൻ പോകുന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. അവൻ എന്നെ അന്ത്യത്തോളം എത്തിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് വേണം. ഏതെല്ലാം പ്രതിസന്ധികൾ വന്നാലും, ഏതെല്ലാം എതിർപ്പുകൾ വന്നാലും, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ളതായ പ്രലോഭനങ്ങൾ നേരിട്ടാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും. കാരണം എന്നെ നയിക്കുന്നത് ക്രിസ്തുവാണ്. ഈ ഒരു ബോധം നമുക്ക് വേണം. ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുന്നു എന്നുള്ളതായി നല്ല കരുത്തേറിയ നിർബന്ധമായ ഓർമ്മ നമുക്ക് വേണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ആ അനുഭവത്തിലേക്ക് വരാനാണ് കർത്താവിനെ വിളിക്കുന്നത്. ആ അനുഭവത്തിൽ വന്ന് ദൈവത്തെ സ്തുതിക്കാനാണ് കർത്താവിനെ വിളിക്കുന്നത്. എന്തിനും വേണ്ടി സ്തുതിക്കുക, എപ്പോഴും സ്തുതിക്കുക, എപ്പോഴും ഹൃദയത്തിൽ സ്തുതി ഉണ്ടായിരിക്കട്ടെ. മറക്കരുത്, നിങ്ങൾ ജോലി ചെയ്യുമ്പോഴും ഹൃദയത്തിൽ സ്തുതി, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും ഹൃദയത്തിൽ സ്തുതി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറങ്ങുന്നതിന് മുൻപ് സ്തുതി തന്നെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആത്മാവിൽ ആരാധിക്കുക, സ്തുതി. ദൈവത്തിന് സ്തോത്രം. ആ സ്തുതിയുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് വളരാൻ സാധിക്കും. ഈ സ്തുതിയുടെ അനുഭവത്തിൽ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വർഗ്ഗ സോപാനങ്ങളിലേക്ക് നിങ്ങൾക്ക് ആത്മാവിൽ പറക്കാൻ സാധിക്കും. ഹല്ലേലൂയ, ആത്മാവിൽ പറക്കുന്നൊരു അനുഭവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങൾ ക്ഷണിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അവിടുത്തെ കൃപയുടെ കരം ഞങ്ങളുടെ മേൽ വെച്ചതിനായി സ്തോത്രം. ആണിപ്പാടുള്ള കരം ഞങ്ങൾ പിടിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയെന്ന്. കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു നിൻ്റെ കൃപ ഞങ്ങളെ പൊതിഞ്ഞു എന്ന്. യേശുവെ, ഞങ്ങൾ വിശ്വസിക്കുന്നു നിൻ്റെ തിരക്ക് ഞങ്ങളെ കഴുകിയെന്ന്. ഹല്ലേലൂയ. കർത്താവെ, എല്ലാ പരീക്ഷകളിലും ജയം നേടുവാൻ നിൻ്റെ വചനം ഉള്ളതിനായി നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് കൂടെ ഉള്ളതിനായി സ്തോത്രം. യേശു, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ മക്കൾ അനുഭവിക്കുന്ന യാതനകൾ, വേദനകൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ എൻ്റെ കർത്താവ് എല്ലാം അവിടുന്ന് കാണുന്നല്ലോ. കർത്താവ്, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം നൽകണമേ, കുടുംബസമാധാനം നൽകണമേ. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.